വർഷത്തിൽ 20 മില്യൺ പുതിയ കേസുകൾ ഡയഗ്നോസ് ആവുന്നു. ഒരു 10 ദശലക്ഷം ആൾക്കാർ ഈ ഒരു അസുഖം കൊണ്ട് മരണപ്പെടുന്നു. 4 പേരിൽ ഒരാൾ ഓരോ ദിവസവും ക്യാൻസർ ഡയഗ്നോസ്ഡ് ആവുന്നു. എനിക്കിപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമുള്ളത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ കീമോ തെറാപ്പി അല്ലെങ്കിൽ റേഡിയോ തെറാപ്പിനെ പറ്റിയല്ല. അതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റിനെ പറ്റിയാണ് ക്യാൻസർ സ്ക്രീനിങ്. ക്യാൻസർ സ്ക്രീനിങ് എന്ന് വെച്ചാൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് അസുഖം അതിൻ്റെ തുടക്ക ഭാഗം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ടാണ് ക്യാൻസർ സ്ക്രീനിങ്. അപ്പം തീർത്തും ആരോഗ്യം ഉള്ള ആൾക്കാർക്ക്, അസുഖം ഇല്ലാത്ത ആൾക്കാർക്കാണ് നമ്മൾ ഈ ക്യാൻസർ സ്ക്രീനിങ് ചെയ്യുന്നത്. ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ ക്വിക്ക് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ താല്പര്യമുള്ളൂ. ബ്രസ്റ്റ് ക്യാൻസർ ഏത് വയസ്സിലാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യേണ്ടത്? അതൊരു 40 വയസ്സിൻ്റെ മുകളിൽ. എന്താണ് ടെസ്റ്റ്? മാമോഗ്രാം. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ സ്ക്രീനിങ് മാമോഗ്രാം 40 വയസ്സിൽ. പിന്നെ കോളോറക്ടൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ കുടൽ, ആമാശയം, അതിൻ്റെ കൂടെ തന്നെ മലദ്വാരം, മലാശയം. ഇതിനു വേണ്ടി സിമ്പിളായിട്ട് ചെയ്യേണ്ടത് ഒരു എൻഡോസ്കോപ്പി ടെസ്റ്റാണ്. ഒന്നില്ലെങ്കിൽ അപ്പർ GI എൻഡോസ്കോപ്പി, വായക്കോടെ അല്ലെങ്കിൽ മലാശയത്തെ കൂടെ സ്കോപ്പി കടത്തി ചെയ്യുന്നത് കൊളനോസ്കോപ്പി. ഈ 2 സ്കോപ്പികളും ഒരു 50 വയസ്സിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏജ് കോളോറക്ടലും സ്റ്റൊമക് ക്യാൻസറിനും ചെയ്യേണ്ട സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ 50 വയസ്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു 45 വയസ്സിൻ്റെ മുകളിൽ. മലബാറിൽ ഈ കോളോറക്ടൽ ക്യാൻസർ വളരെയധികം കൂടുതലായിട്ടുള്ള പ്രവണതയുണ്ട്. പിന്നെ വരുന്നത് സെർവൈക്കൽ ക്യാൻസറാണ്. ഗർഭപാത്രത്തിൻ്റെ മുഖഭാഗത്ത് വരുന്ന സെർവൈക്കൽ ക്യാൻസറിന് ചെയ്യേണ്ട സ്ക്രീനിങ് ടെസ്റ്റ് 21 വയസ്സിൽ പാപ്സ്മിയറാണ്. പിന്നെ ചെയ്യേണ്ടത് 2-3 എക്സ്ട്രാ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഹെവി സ്മോക്കിംഗ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാനാണ് ലോ ഡോസ് CT സ്കാൻ. ലങ് ക്യാൻസറിന് നമ്മൾ ചെയ്യുന്ന, ശ്വാസകോശത്തിൽ വരുന്ന ക്യാൻസറിന് വേണ്ടി ചെയ്യേണ്ടതാണ് ലോ ഡോസ് CT സ്കാൻ. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസറിന് ചെയ്യേണ്ടതാണ് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ. അപ്പം ഇത്രയും സ്ക്രീനിങ് ടെസ്റ്റുകൾ ബേസിക് ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളാണ്. ഇതെല്ലാം ഒരു 5,000 റുപ്പീസിൻ്റെ താഴെ വരുന്ന സ്ക്രീനിങ് ടെസ്റ്റുകളാണ്. അപ്പം ഇതിൻ്റെ ആവശ്യകതയെ പറ്റി പലതവണ നിങ്ങൾ പല സൈഡിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സ്ക്രീനിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് കോളോറക്ടൽ, ലങ്, ബ്രസ്റ്റ്, പ്രോസ്റ്റേറ്റ്, സെർവൈക്കൽ ക്യാൻസർ, ഇതെല്ലാത്തിൻ്റെയാണ്.